ദൈവനാമത്തിന് മഹത്വം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഇന്നീ ദിവസത്തെ ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാം അധ്യായം 17-ാമത്തെ വചനം എടുക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ വളരെ ചുരുക്കമാണ്. സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരാണ് ഏറെയും. നമ്മുടെ സമൂഹത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഉയർന്നവരെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ലാതെ ഭംഗി വാക്കുകളാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനാണ് എല്ലാവരുടെയും ഓട്ടം. എങ്കിലും ഇങ്ങനെയുള്ള സമൂഹത്തിൽ നാം പഠിച്ച ജീവൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. 2 തിമോഥെയോസ് 3:15 ഇപ്രകാരം പറയുന്നു: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നാം പഠിച്ച ഉപദേശത്തിൽ നമുക്കൊരു നിശ്ചയമുണ്ടാകണം. പലവിധമായ ദുരുപദേശങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകും. എങ്കിലും അവസാനം വരെയും നമ്മുടെ വിശ്വാസത്തിൽ എന്നുവെച്ചാൽ നാം നേടിയെടുത്ത അല്ലെങ്കിൽ നാം പഠിച്ച ഉപദേശത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കണം. ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചതിന് വിപരീതമായി ഒന്നും നമ്മിൽ വെളിപ്പെടുവാൻ ഇടയാകരുത്. ഗലാത്യർ 1:8 ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ച സുവിശേഷത്തിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് സുവിശേഷം പറഞ്ഞാലും അത് സ്വീകരിക്കാൻ പാടില്ല. ഇന്ന് നാം കാണുന്നത് പോലെ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതല്ല ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ടു വന്ന സുവിശേഷം. ഇന്ന് നാം എവിടെ നോക്കിയാലും അനുഗ്രഹവാക്കുകളും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പറയുന്ന ഭംഗി വാക്കുകളുമാണ്. ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാരിയാണ്. കേൾക്കുന്നവരുടെ ചെവികളെ കുളിർമ കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. അതിനാൽ പക്ഷങ്ങളും ഇടർച്ചകളും ഉണ്ടാകുന്നു. ആദിമസഭകളിലും ഇടർച്ചകളും പക്ഷാഭേദങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും സത്യസുവിശേഷത്തിന് വേണ്ടി ചുമല് കൊടുക്കുന്നവർ ഏറെ ഉണ്ടായിരുന്നു. തിമോഥെയോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു എൻ്റെ സുവിശേഷം. നമുക്കും ആ ഉറപ്പ് ഉണ്ടാകണം. അതേ അധ്യായത്തിൽ 15-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നു: സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. നാം തമ്മിൽ കലക്കമുണ്ടാക്കാതെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകാം. ദുരുപദേശം തിരിച്ചറിയണം. ദൈവത്തിന് കൊള്ളാവുന്ന ദാസിമാരായി നിലനിൽക്കണം. നമ്മുടെ ഇടയിൽ ഇടർച്ചകൾ ഉണ്ടായാൽ അതിൽ നിന്ന് അകന്നു മാറി ജീവിക്കണം. നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുവാൻ കഴിയോ എന്ന് ചിന്തിക്കരുത്. സംഖ്യാപുസ്തകത്തിൽ 23-ാം അധ്യായം അതിൻ്റെ 9 നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: തനിച്ചു പാർക്കുന്നതും ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്തതുമായ ഒരു ജനസമൂഹത്തെ. എവിടെ ജീവിച്ചാലും നാം പ്രാപിച്ച ദൈവകൃപയ്ക്ക് അനുസൃതമായി ജീവിക്കണം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. വിശുദ്ധി കാത്തു പരിപാലിക്കാം. അവസാനത്തോളം ക്രിസ്തുവിൽ നിലനിൽക്കാം എന്ന ആഹ്വാനത്തോടെ ചെറിയ മെസ്സേജ് ഇവിടെ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.